ഗൈസ് വെൽക്കം ബാക്ക് ടു എംബ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ NS200 നമ്മൾ നമ്പർ പ്ലേറ്റ് അതായത് നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഇല്ല. നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റിയേക്കാണ്. നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ മാറ്റാണ് ഗൈസ്. നമ്മൾ മാറ്റാൻ പോകുന്നത് ഇങ്ങോട്ടാണ്, ഈ ഒരു പൊസിഷനിലേക്കാണ് വെക്കാൻ പോകുന്നത്. അതായിരുന്നു ഒരു ചേഞ്ച് വരുത്താനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേ ഉണ്ട്, ഈ സ്റ്റേയുടെ ഇവിടെ ആയിട്ടുണ്ട്, ഇവിടെ ഒരു നെറ്റുണ്ട്. ഈ രണ്ട് നെറ്റ് നോക്കിയിട്ട് ഞാൻ അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു കടയിൽ ചെന്നിട്ട്, അതായത് റിങ് വേണം, റിങ്ങിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2-3 സാധനങ്ങളും കൂടെ വേണം. വയർ ടൈ വേണം. വയർ ടൈ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതുണ്ടോ മറ്റേ വയർ ടൈ നമ്മൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞാൻ മേടിച്ചതിൻ്റെ നീളം കുറഞ്ഞിട്ടുണ്ട്, ഇത്ര റൗണ്ട് ആവുന്നുള്ളൂ. നമ്മളിവിടെയാണത് വയർ ടൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ നെറ്റോ പോലത്തെ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം കുറഞ്ഞ്, സോ നമുക്ക് ഇതിൻ്റെ നീളം കൂടി നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് പോയി മേടിക്കാം. പിന്നെ നമുക്ക് ആ സ്റ്റേയും കൂടെ ഇതിന് വർഷത്തിൽ പോയി നമുക്ക് ഊരാൻ പറ്റാൻ വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം അല്ലേ. ചേട്ടാ രാവിലെ വയർ ടൈ വന്ന് മേടിച്ചായിരുന്നു, പക്ഷേ സൈസ് കറക്റ്റ് അല്ലായിരുന്നു. ഇവിടെ നിന്നൊരു വയർ ടൈ മേടിച്ചില്ലായിരുന്നോ? ഒരാറെണ്ണം മേടിച്ചായിരുന്നു. ഇവിടെ നീളമുള്ളത് വേണമായിരുന്നേ. ഇല്ലേ, വേറെ ഏത് കളറാണ് ഉള്ളത്? എന്നാൽ വൈറ്റ് കേട്ടെ. നാലെണ്ണം മതി കേട്ടെ. എത്രയായിരുന്നു? സെയിമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വൈറ്റ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഇട്ടാൽ ബോറാവുമെന്ന് അറിയത്തില്ല, പക്ഷെ പുറത്തങ്ങനെ ഒത്തിരി കാണത്തില്ല. നമുക്കൊരു പോക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ പുറത്തിട്ട് ഓവറായിട്ട് അങ്ങനെ കാണത്തില്ല. അതൊന്ന് നോക്കാം. പാട്ട് ഇവിടെ മറ്റന്മാരെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ 2 നെറ്റ് നമ്മൾ അയക്കാൻ പാടില്ല. ആ നെറ്റാണ് നമ്മൾ ആദ്യം ഊരേണ്ടത്, എന്നാലേ നമുക്ക് സ്റ്റേ ഊരി കിട്ടുള്ളൂ. ഇനി ബാക്കി കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് നമ്മൾ പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കുറച്ച് കപ്പടത്തരിയുടെ പരിപാടികളുണ്ടായി. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണുള്ളത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റേന്ന് നമ്പർ പ്ലേറ്റ് അയച്ച് മാറ്റിയിട്ട് അതിനകത്ത് നമ്മളിതുപോലെ ആ സ്റ്റേ നമ്മൾ റിമൂവ് ചെയ്യണം. ചിലരത് കട്ട് ചെയ്ത് കളയും, പക്ഷേ കട്ട് ചെയ്ത് കളയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു വൈബായിട്ട് തോന്നിയില്ലെങ്കിൽ നമുക്ക് മാറ്റാമല്ലോ. സോ അതാണ് ഞാനത് കൃത്യമായിട്ട് അയച്ച് മാറ്റുന്നത്. പിന്നെ നമുക്ക് റിങ്ങിട്ട് വേണം, അതായത് 12-13 12-13 റിങ് വേണം. ആ റിങ് അയച്ചാലാണ് അത് കറക്റ്റ് അഴിഞ്ഞ് പോരത്തുള്ളൂ പറ്റും വരെ. അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ലാസ്റ്റ് ആകെ പാടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണെങ്കിലും അതിനകത്ത് റിങ്ങിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. നമുക്ക് വേണ്ട ടൂൾസ് ചെയ്യാനായിട്ട് വയർ ടൈ മാത്രമാണ്, വേറെ സ്ക്രൂ ടൈപ്പ് ഒന്നും നമ്മളല്ല ചെയ്യുന്നത്. വളരെ നോർമലായിട്ട് ചെയ്യുന്നത്. എല്ലാവരും NS200 ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ് അവിടെ കൂടി വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമായിട്ട് മച്ചാൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്പർ പ്ലേറ്റിൻ്റെ ഈ പറഞ്ഞ ബോക്സ് ഉണ്ട്, ഏകദേശം 200 രൂപയ്ക്ക് വരും ഈ ബോക്സ്. ഈ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്പർ പ്ലേറ്റ് ഉണ്ട്, പഞ്ച് ചെയ്യാത്ത നോർമലാട്ടോ, നമ്മൾ ഇതുവരെ പഞ്ച് ചെയ്തിട്ടില്ല നമ്പർ പ്ലേറ്റ്. സോ നമുക്ക് എങ്ങനെ ഫിറ്റിങ്സ് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ 2 വയർ ടൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെട്ട് പോലെ ഉണ്ട്. ഈ 2 ഭാഗത്തായിട്ടിട്ടാണ് നമ്മൾ ഈ വയർ ടൈ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നേ നമ്മൾ ഈ സ്റ്റേ നമ്മളിത് ഊരിയിട്ട് നെറ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഈ നെറ്റ് ഞാൻ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊരാൻ പോകുന്നുള്ളൂ. സോ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട്. ഓക്കെ. സോ ഗായ്സ്, നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റ് 2 ഹോൾ ഇടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവരാണ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇതുണ്ട്. ഇവിടെ ചെറിയ 2 നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇവിടെ താഴെ ഇരുന്നത്. ഞാൻ അവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് 2 ഹോൾ ഇട്ടാണ്. ഇതുണ്ടോ, ഈ 2 ഹോള്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ 2 ഹോൾ. ഈ 2 ഹോൾ ഇട്ടാൽ തന്നെ നമുക്കിവിടെ കറക്റ്റ് ലെവൽ വെക്കുമ്പോൾ കറക്റ്റ് ആവും. 2 സൈഡും കറക്റ്റ് ആവും വെച്ചാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആവും. നമുക്ക് സ്റ്റേ ലാസ്റ്റ് അയച്ച് കളയാം. അപ്പോൾ സോ അതാണ് കാര്യം. അപ്പോൾ 4 ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ വയർ ടൈ കയറ്റി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതാണ് ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് വയർ ടൈ ഇടുമ്പോൾ ടൈറ്റാണ് സാധാരണ. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ ഒരു സൈഡിൽ കൂടെ കയറ്റി മറ്റേ സൈഡിൽ കൂടെ ഇറക്കുക. ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു വെട്ട് ഉണ്ടല്ലോ, കറക്റ്റ് ഈ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചാടിക്കുള്ളൂ ഇത്. സോ നമ്മൾ അങ്ങനെ ബ്ലാക്ക് ടൈ ആണ് ഇച്ചിരി ബെറ്റർ ആയിരിക്കും, ഒരു കളർ മാച്ചിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണെങ്കിൽ നമ്മളങ്ങനെ പുറത്തേക്ക് കാണത്തൊന്നുമില്ല മച്ചന്മാരെ. അപ്പോൾ നമ്മൾ ഇത് പുറകിലേക്ക് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക. അത്യാവശ്യം ഒരു ഫുൾ ടൈറ്റിൽ നമുക്ക് ഇതുണ്ടല്ലോ, ഫുൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ ടൈറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. സോ നമ്മൾ അടുത്ത സ്ഥലം നമ്മൾ അടുത്ത ടൈ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഓക്കെ. ദെൻ കണ്ടല്ലോ, നമ്മൾ നൈസായിട്ട് അപ്പുറം എടുത്ത പോലെ തന്നെ നമ്മളിത് ഉള്ളിലേക്ക് എടുത്ത് ഓക്കെ. ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് വെച്ചാൽ മതി, നിങ്ങൾ ഊരിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നമ്മൾ NS200 എല്ലാവരും, അതായത് ഈ താഴെ ഇങ്ങനെ വെച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, നിങ്ങളിത് നോക്കിക്കേ, ഫ്രണ്ട് വശം ഇരിക്കുന്നുണ്ടോ വെച്ചാൽ മതി. നമുക്ക് കറക്റ്റ് നല്ല സ്പോട്ടി ആയിട്ട് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ അനക്കോ കുലുക്കോ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു വൈബ്രേഷൻ പോലും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യണ്ടാവില്ല. അപ്പോൾ നമ്മളതിന് ടൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം കറക്റ്റ് ഇതിൻ്റെ പുറകിൽ തന്നെ വരാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാണുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും, വേറെ മിസ്റ്റേക്കൊന്നും ഉണ്ടാവില്ല. ഇതുണ്ട് ഈ പുറകു വശത്തായിട്ട് ഇവിടെ കാണിച്ചത്, ഈ പുറകു വശത്തായിട്ട് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇവിടെ പുറകു വശത്തായിട്ട് ഈ ടൈ വരുന്ന ഭാഗത്തായിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിറ്റായിട്ടിരുന്നതുണ്ടല്ലോ, ഒരു കുലുക്കമൊന്നുമില്ല, നല്ല ഫിറ്റായിട്ടിരുന്നുള്ളൂ വെച്ചാൽ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ നമ്പർ പ്ലേറ്റ്, അതായത് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഉണ്ട്, അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ബോക്സ് നമ്മൾ 2 പീസ് ബോക്സാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചങ്ങ് കൊടുക്കുക. എല്ലാ ഹോളും കയറിയോന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് മച്ചാന്മാരെ, സംഭവം എങ്ങനെയുണ്ട്, കളറിൽ അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്റ്റേ കൂടി ഊരി കളയുമ്പോഴത്തേക്കും ഓവറോൾ ഫുൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ പറ്റില്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു പ്ലെയറും 12-13 സ്പാൻഡറും കൂടെ വേണം, കാരണം സ്റ്റേ അയച്ചു കളയാനായിട്ട്. ഞാൻ ഓൾറെഡി റിങ് ഇട്ടത് അയച്ചു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അടിയിലത്തെ 2 സ്ക്രൂ ആണ് വരുന്നത്. ഈ 2 സ്ക്രൂ ആണ് വരുന്നത്. ഈ സ്ക്രൂ ഞാനാണെങ്കിൽ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലെയറും കൊണ്ട് പിടിച്ചു നോക്കാം, ഊരി പോരുമോ. ഇത് നമുക്ക് സ്പാൻഡർ ഇട്ട് തന്നെ ഊരി പോരുന്നില്ല. അപ്പോൾ സ്പാൻഡർ ഇട്ട് തന്നെ നമുക്ക് കൈ ലൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർമ്മ ഒരു നെറ്റ് ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തും കൂടി ഊരിയെടുക്കാം. ഗൈസ്, ഇതുണ്ടോ, ഇതുപോലത്തെ 2 ഇത് നമ്മുടെ മീറ്റർ കേബിൾ കേട്ടോ, അതും കൂടെ നമ്മൾ ലൂസ് ചെയ്ത് കളയുക. സോ നമ്മൾ അപ്പോൾ മച്ചന്മാരെ അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ മീറ്ററില്ല, നമ്മുടെ സ്റ്റേ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റേ വരുന്നത് ഫുള്ള്.
ഈ സൈഡ് നമ്മുടെ ഫ്ലൂഡിൻ്റെ കേബിളും ഈ സൈഡിൽ നമ്മുടെ മീറ്റർ കേബിളും വരുന്നുണ്ട്. നമ്മൾ രണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വണ്ടിയുടെ ഇപ്പോൾ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നതാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.